ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോയിൽ ആന്തരികമായ സൗഖ്യം അനുഭവിക്കുവാനും ഈശോ നൽകുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള നമ്മുടെ ഈ യാത്രയിൽ ദൈവസ്നേഹത്തെക്കുറിച്ച്, നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, നമുക്കുള്ള വിലയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ നിയോഗം തിരിച്ചറിയുക എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. വളരെ പ്രത്യേകമായിട്ടും പലപ്പോഴും ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന എൻ്റെ ആ ഒരു മനോഹരമായ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ പലപ്പോഴും പറ്റാതെ പോകുന്നത് അതെത്ര വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും, പലപ്പോഴും അതെനിക്ക് ദാനമായി കിട്ടി, സമ്മാനമായി കിട്ടിയ വളരെ മനോഹരമായൊരു കാര്യമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതൊക്കെ കൊണ്ടാണ്. പലരുടെയും ജീവിതത്തിൽ ഇപ്പോഴും എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓരോ നിമിഷവും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഓരോ ദിവസവും ഇങ്ങനെ സർവൈവ് ചെയ്ത് തീർക്കാനുള്ളതല്ല. എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ജീവിതം ആഘോഷിക്കപ്പെടാനുള്ളതാണ്. വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ദൈവം നമ്മളെ വിളിച്ചത് അടിമത്തത്തിലേക്കല്ല, സ്വാതന്ത്ര്യത്തിലേക്കാണ്. മക്കളെന്ന ഒരു സ്വാതന്ത്ര്യത്തിൽ ഓടിക്കളിച്ചുകൊണ്ട്, അല്ലെ, നമ്മുടെ വീട്ടിൽ നമുക്കറിയാം, കൊച്ചുമക്കളുണ്ടെങ്കിൽ അപ്പനും അമ്മയും അടുത്തുണ്ടെന്നൊരു ബോധ്യമുള്ളപ്പോൾ ആ കുഞ്ഞുമക്കൾ വളരെ സന്തോഷത്തോടെ, ആഘോഷത്തോടെ, ഉത്സാഹത്തോടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കാറുണ്ട്. അവിടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പിരിമുറുക്കങ്ങളില്ല, അടുത്ത നിമിഷം എന്തായി തീരുമെന്നുള്ള ചിന്തകളില്ല. കാരണം അവർക്കുള്ള ഒരു ഉറപ്പെന്താണ്? തങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത്, അവരുടെ കൈകളിൽ തങ്ങൾ സുരക്ഷിതരാണെന്നൊരു ബോധ്യമാണ്. അപ്പം ഇതേ ഒരു ബോധ്യത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഞാൻ എത്തിപ്പെടേണ്ട ദൈവമക്കൾ എന്ന, ദൈവത്തിൻ്റെ മകൻ എന്ന മകൾ എന്നൊരവസ്ഥയിലേക്ക്. പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ കൊച്ച് ഇങ്ങനെയല്ല, എൻ്റെ കൊച്ച് എത്തിപ്പെടേണ്ട ഒരു ജീവിതാവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഫാദർ ജസ്റ്റിൻ ഇങ്ങനെ ആയാൽ മതിയോ? എനിക്കറിയാം ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, ഞാൻ ഇനിയും മെച്ചപ്പെടാനുണ്ട്, ഞാൻ ഇനിയും വളരാനുണ്ട്. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട്. ഞാൻ ഇങ്ങനെയായി തീരണം, ഫാദർ ജസ്റ്റിൻ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാദർ ജസ്റ്റിനായി തീരണമെന്ന് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരാളെയും പോലെ ആയി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരാളല്ല, ഞാൻ ഫാദർ ജസ്റ്റിനായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരാളാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫാദർ ജസ്റ്റിനാകാൻ വിളിക്കപ്പെട്ട ഒരാളാണ്. അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ ഈ ഒരു യാത്രയിൽ എന്നെ പിന്നോട്ട് വലിക്കുന്ന പല ഘടകങ്ങളുണ്ട്. പല മുറിവുകൾ, വീഴ്ചകൾ, പോരായ്മകൾ, തകർച്ചകളൊക്കെ ഉണ്ടാവാം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? എങ്ങനെ എനിക്ക് ഈശോയോടുകൂടെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അടിച്ചു പൊളിക്കാൻ പറ്റും, ആഘോഷിക്കാൻ പറ്റും, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടെത്തണം പ്രിയമുള്ളവരെ. അതിന് ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവാണെന്ന് തിരിച്ചറിയുക. 1 പത്രോസ് 3:15 വളരെ മനോഹരമായൊരു വചനം. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ആമേൻ. മാമോദീസ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഏറ്റവും ആദ്യം സ്വീകരിച്ച കുദാശ ദൈവത്തിൻ്റെ മകനാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞ് ഇന്നു മുതൽ ദൈവത്തിൻ്റെയാണ്. ദൈവം ഇവന് നൽകിയൊരു പേരുണ്ട്, ജസ്റ്റിൻ, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്. ഈ പേരിൽ ഇവൾ എന്ന് വിളിക്കപ്പെടും. പക്ഷെ അതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എനിക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഇതിലുള്ളൊരു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആണിക്കൽ എന്ന് പറയുന്നതാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ ആൻഡ് മൈ ഹീലർ. ഈസ് മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ. തോമസ് ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം എൻ്റെ ഈശോനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായിട്ട് ഏറ്റുപറയുമ്പോൾ, ഹീസ് മൈ കിങ്, ഹീസ് മൈ ലോർഡ്, ഹീസ് മൈ മാസ്റ്റർ. എൻ്റെ ലൈഫ് എല്ലാ കാര്യങ്ങളിലും ക്രമീകരിക്കപ്പെടുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ പ്രിയമുള്ളവരെ, വളരെ മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. ഓശാന കഴിഞ്ഞ് വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നാളുകളിൽ നടന്നൊരു കാര്യം എന്താണ്? ഓശാന പാടി എതിരേറ്റ ജനം ഉടനെ തന്നെ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയാണ്. ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ, ഹൊസാന ടു ദ സൺ ഓഫ് ഡേവിഡ്, ഹൊസാന ടു ദ കിങ്, രാജാതി രാജ ഞങ്ങളെ രക്ഷിക്കണമേ, രാജാതി രാജൻ ഹൊസാന എന്ന് പറഞ്ഞ ജനം
ആ ഒരു ബോധ്യത്തിൽ നിലനിൽക്കാൻ ഇഷ്ടപ്പെടാതെ പിന്നീട് പറയുന്നത് എന്താണ്? അവനെ ക്രൂശിക്കാൻ ഞങ്ങൾക്ക് വേണ്ട. പലർക്കും ഈശോനെ ജീവിതത്തിൻ്റെ നാഥനായിട്ടും രക്ഷകനായിട്ടും സ്വീകരിക്കാൻ ഇഷ്ടമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി. ക്രിസ്തീയ ജീവിതം, പ്രിയമുള്ളവരെ, എളുപ്പ വഴിയല്ല. ക്രിസ്തീയ ജീവിതം ഉറപ്പായിട്ടും രക്ഷയിലേക്കാണ്. ക്രിസ്തീയ ജീവിതം നിന്നെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി ഉയർത്തി ദൈവത്തോടടുത്തുള്ള ജീവിതത്തിലേക്ക് നിന്നെ നയിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ നല്ല നട്ടെല്ല് വേണം, ചങ്കൂറ്റം വേണം. കാരണം ഈശോനെ എൻ്റെ നാഥനായിട്ട് രക്ഷകനായിട്ട് ഞാൻ ഏറ്റുപറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളോട് ഞാൻ നോ പറയും. എൻ്റെ കൂട്ടുകാർ പോണ വഴികൾ നല്ലതല്ല, ഈശോയ്ക്ക് ഇഷ്ടമല്ലേ, ഞാൻ നോ പറയും. ഒരു രാജാവ്, ഒരു മാസ്റ്റർ, മൈ കിങ്, മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ ദൈവം എന്നിൽ ആവശ്യപ്പെടുന്നത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. കാരണം അതെൻ്റെ നന്മയ്ക്കാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ നാശത്തിനുള്ളതൊന്നും അനുവദിക്കില്ല. അവൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടത് എന്തെന്ന് തിരിച്ചറിയുന്നുണ്ട് എന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയും, എനിക്കത് വേണ്ട, കാരണം എൻ്റെ ഈശോയ്ക്ക് അത് ഇഷ്ടമല്ല. ബിക്കോസ് ഹീ ഈസ് മൈ ലോഡ്. ഞാനത് ചെയ്യും. ലോകം മുഴുവനും എന്നെ നോക്കി അയ്യേ എന്ന് പറഞ്ഞാലും ഞാൻ പറയും, എനിക്കറിയും, ഞാൻ ചെയ്യും. ഞാൻ പള്ളിയിൽ പോകും, ഞാൻ കൂദാശകൾ സ്വീകരിക്കും, ഞാൻ നോമ്പ് നോക്കും, ഞാൻ മറ്റുള്ളവർക്ക് സഹായിക്കും, ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കും. കാരണം ഹീ ഈസ് മൈ ലോഡ്. ഇത് എളുപ്പമല്ല. അതുകൊണ്ട് ജനം പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിച്ചൊരു ഈശോയെ ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് സഹനങ്ങൾ എടുക്കാൻ ഇഷ്ടമില്ല, ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ഈശോയെ കിട്ടാത്തത് കൊണ്ട് അവനെ കൊണ്ടോക്കോ, അവനെ കളഞ്ഞോ, അവനെ ക്രൂശിക്കുക എന്ന് ജനം പറഞ്ഞു. ഈശോയിൽ പ്രിയമുള്ളവരെ, ആദ്യ മാതാപിതാക്കൾക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് പറ്റിയ അബദ്ധം എന്താണ്? പിശാച് അവരെ പറഞ്ഞു പറ്റിച്ചു, ഈ പഴം കഴിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാം. ദൈവത്തെ പോലെയാകാം. എന്താണ്? നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 1 യോഹന്നാൻ 3:2 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ചത് നമ്മൾ നാളെ ദൈവത്തെ പോലെയാകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സത്യം മറച്ചു വെച്ച് മാനവരാശി ദൈവത്തെ പോലെയാകാൻ, എല്ലാത്തിൻ്റെയും മീതെ അധികാരമെടുക്കാൻ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, ഞാൻ വിചാരിക്കുന്നത് പോലെ എല്ലാം എനിക്ക് ലഭിക്കണം, എപ്പോഴും കൺട്രോൾ ആഗ്രഹിക്കുന്നു. തനിക്ക് മാനവമായ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, ഞാൻ ദൈവമല്ല, എൻ്റെ കർത്താവാണ് ദൈവം, അവിടുന്നാണ് ദൈവം, ഞാൻ ദൈവമല്ല എന്നൊരു തിരിച്ചറിവ്, ഒരു എളിമയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ സൗഖ്യത്തിൻ്റെ ജേർണി ആരംഭിക്കുന്നത്. ആദവും ഹവ്വായും പറഞ്ഞു പറ്റിച്ചു, ദൈവത്തെ പോലെയാകാം. ആ ഒരു വീഴ്ചയിൽ അവർ വിചാരിച്ചു, ഇന്നു മുതൽ ഞങ്ങൾ പറയുന്നതാണ് ശരി. ഇതേ കാര്യങ്ങൾ പല രീതിയിൽ, ഒരേ ചോക്ലേറ്റ് പല റാപ്പറിൽ, പല കവറുകളിൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭയെ പല തവണകളിലായിട്ട് സഭയിൽ കടന്നുകൂടുന്ന 2 പാഷണ്ഡതകളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചിട്ടുണ്ട് സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ. ഒന്ന് നോസ്റ്റിസിസമാണ്, അറിവിനെക്കുറിച്ചുള്ള ഒരു പാഷണ്ഡത. അറിവാണ് എല്ലാം, ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചാൽ എനിക്ക് എല്ലാമായി എന്ന് ചിന്തിക്കും. വേറെ ഒരെണ്ണമുള്ളത് പെലാജിയനിസമാണ്. പെലാജിയനിസം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കും, എനിക്ക് വേറെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഐ നോ ദ സൊല്യൂഷൻ. എനിക്ക് അറിവുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് കഴിവും പ്രാപ്തിയുമുണ്ട്, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ അറിയാം. ഇന്നത്തെ നമ്മൾക്ക് കിട്ടുന്ന ഒത്തിരിയേറെ സെൽഫ് ഹെൽപ്പ് മോട്ടിവേഷൻസ്, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് രക്ഷിക്കാം, നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. ഏറ്റവും വലിയ നുണയാത്. പ്രിയമുള്ളവർ, ഒരു കാര്യം തിരിച്ചറിയുക, എൻ്റെ സൗഖ്യം വരുന്നത് കർത്താവിൽ നിന്നാണ്. കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും. എല്ലാത്തിൻ്റെ ഉറവിടം ദൈവമാണ്. അവിടുന്നാണ് ദൈവം, ഞാനല്ല ദൈവം. എല്ലാം അവിടുത്തെ അധികാരത്തിന് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ്, എന്നെ സ്നേഹിക്കാൻ ഞാൻ ദൈവത്തിന് പെർമിഷൻ കൊടുക്കുമ്പോഴാണ്, എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തിന് പെർമിഷൻ കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിന് പവർ ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവം എന്നെയും നിന്നെയും മാനിക്കുന്നത് കൊണ്ടാണ്. ആമേൻ.
ശോമിശിഹായിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിനെ, യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ എന്ന് പത്രോസ്ലീഹ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്നത്തെ ഈ പാഷണ്ഡതകൾ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടിയിരിക്കുന്ന പാഷണ്ഡതകൾ, ഈവൻ ചില സമയങ്ങളിൽ പ്രാർത്ഥനകളിൽ പോലും, ഭക്താഭ്യാസങ്ങളിൽ പോലും നമ്മൾ കുടുങ്ങിപ്പോകുന്നു. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന ഈ ഭക്തിമാർഗം, ഞാൻ ചെയ്യുന്ന ഈ ആചാരങ്ങൾ എനിക്ക് രക്ഷ തരും, അതിലാണ് എൻ്റെ സൗഖ്യം, അതിലാണ് എൻ്റെ രക്ഷ, അതിലാണ് സൊല്യൂഷൻ. പ്രിയമുള്ളവർ, ഇതെല്ലാം നമ്മളെ നയിക്കുന്ന വഴികളാണ്. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ഭക്തിമാർഗങ്ങൾ, എൻ്റെ എല്ലാ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും എന്നെ ദൈവത്തിലേക്ക് നയിക്കുന്നു. അവിടുന്നിലാണ് രക്ഷയും സൗഖ്യവുമുള്ളത്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഡു നോട്ട് ഫോർഗെറ്റ് ദ എൻഡ് ആൻഡ് തിങ്ക് ദ മീൻസ് ഈസ് ദി എൻഡ്. വഴിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്ന് സൗഖ്യം ആഗ്രഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, സ്വന്തം കഴിവ് കൊണ്ട് ആരും ഇത് നേടിയെടുത്തതാണ് എന്ന് അവകാശപ്പെടരുത്. നമ്മുടെ രക്ഷ ദൈവത്തിലാണ്, നമ്മുടെ സൗഖ്യം ദൈവത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ സൗഖ്യം തരുന്നത് കർത്താവാണ്. ഞാനിത് ചെയ്യുന്നത് വഴി, എൻ്റെ കഴിവ് വഴി എനിക്ക് സൗഖ്യം കിട്ടും, എനിക്ക് രക്ഷ കിട്ടും, ഞാൻ രക്ഷിക്കപ്പെടും എന്നാരും പറയരുത്. നമ്മുടെ പ്രവൃത്തികളുടെ മെറിറ്റ് അല്ല, ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ പെർഫെക്ഷൻ അല്ല, ഞാൻ നയിക്കുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ബ്യൂട്ടി അല്ല, ദൈവത്തിൽ നിന്നാണ്, ദൈവവുമായിട്ടുള്ള എൻ്റെ ആഴമേറിയ ഒരു ബന്ധത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ആ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ തകർക്കപ്പെട്ടവരും തകർന്നവരുമാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ ബ്രോക്കൺനെസ്, എൻ്റെ വേദനകൾ, എൻ്റെ വീഴ്ചകൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈശോയെ എന്നെ സഹായിക്കണം ഈശോയെ എന്ന് പറയാനുള്ളൊരു എളിമയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ റെഡിയാക്കി തരാം, ഈശോ റെസ്റ്റ് എടുത്തു, ഈശോ എനിക്കറിയാം കേട്ടോ, എനിക്ക് ഡിഗ്രി ഉണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ടാലൻ്റ് ഉണ്ട്, എനിക്ക് സ്കില്ലുണ്ട്, എനിക്ക് ഇത് വിളിച്ചു പറഞ്ഞാൽ ചെയ്തു തരാൻ ആൾക്കാരുണ്ട്, അതിന് ഈശോ റെസ്റ്റ് എടുത്തു, ഞാനിത് ചെയ്തോളാം. നമ്മൾ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും നമ്മൾ ദൈവമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷ വരുന്നത് കർത്താവ്. അതുകൊണ്ടാണ് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനം 4:12 നമ്മൾ വായിക്കുന്നുണ്ട്. 1 തിമോത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൽ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായിട്ട് ഒരാളേ ഉള്ളൂ, രക്ഷകനായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, നിങ്ങൾ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങളും വേദനകളും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന തകർച്ചകളിൽ നിങ്ങൾ പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം തിരിച്ചറിയുക, നിന്റെ രക്ഷ ഈശോയിലാണ്, നിന്റെ സൗഖ്യം ഈശോയിലാണ്. നിന്നെ സുഖപ്പെടുത്തുന്നത് മറ്റാരുമല്ല, വേറൊന്നുമല്ല, ഈശോയാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞ, ഈശോയെ എൻ്റെ ഈ വേദന ഞാൻ ഈശോയ്ക്ക് തരുന്നു, ഈശോയെ നീ അതിനെ സുഖപ്പെടുത്തണം. കർത്താവ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈശോയ്ക്ക് തരുന്നു, ഈശോയെ നീ അതിനെ ഏറ്റെടുത്ത് നീ എനിക്ക് സൗഖ്യം തരണം, കാരണം അവിടുന്നാണ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്. ജീസസ് ഈസ് യുവർ ഹീലർ. മറ്റ് ന്യൂ ഏജ് പ്രാക്ടീസസ് അല്ല നിങ്ങളുടെ ഹീലർ. ഈ ലോകം തരുന്ന മറ്റു പല സിമ്പിൾ സൊല്യൂഷൻസ് അല്ല നിങ്ങളുടെ ഹീലർ. ജീസസ് ഈസ് യുവർ ഹീലർ ആൻഡ് ജീസസ് ഈസ് യുവർ ലോർഡ്. ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ബോധ്യം, ഈശോയെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായിട്ട് നമുക്ക് ഏറ്റുപറയാം. അവിടെ നിന്നാണ് എനിക്ക് സുഖം തരുന്നത്, സൗഖ്യം തരുന്നത് എന്ന് നമുക്ക് പ്രഘോഷിക്കാം. അവിടെ നിന്നാണ് കർത്താവ് എന്ന് ഏറ്റുപറയാം. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മീതെയുള്ള എല്ലാ അധികാരവും അനുവാദവും വിട്ടുകൊടുക്കാം. കർത്താവെ, എന്നെ അവിടുന്ന് ഏറ്റെടുക്കണമേ, എൻ്റെ വേദനകൾ ഏറ്റെടുക്കണമേ, എല്ലാ അധികാരവും ഈശോയ്ക്ക് വിട്ടുതരുന്നു. കർത്താവ് എന്നെ സുഖപ്പെടുത്തട്ടെ, നിങ്ങളെ സുഖപ്പെടുത്തട്ടെ, നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുനാഥ സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ യേശുനാഥ, യേശുനാഥ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഈശോയെ, ഈ ഒരു നിമിഷം അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയെ സ്നേഹത്തോടെ അങ്ങേ മുന്നിൽ കണ്ടുകൊണ്ട് ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളെ തേടി വരുന്ന സ്നേഹമാണല്ലോ അങ്ങ്. ഞങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കണമെന്നും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹത്വത്തിൽ ഞങ്ങൾ എത്തിച്ചേരണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈശോയെ ഞങ്ങൾക്കറിയാം. പലപ്പോഴും ആ മക്കൾ എന്ന സ്വാതന്ത്ര്യം ഈശോയെ അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. പല ജീവിതവേളകളിൽ പല അനുഭവങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ മുറിവുകൾ സമ്മാനിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ ഈശോയെ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്ത വചനം, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു കർത്താവെ. പലപ്പോഴും പല ജീവിതവേളകളിലും പല നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും ശാരീരിക രോഗങ്ങളായിക്കൊള്ളട്ടെ, ആന്തരികമായ വേദനകളുടെ നിമിഷങ്ങളായിക്കൊള്ളട്ടെ, കർത്താവ് ഞങ്ങൾക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അവിടുന്ന് ആശ്രയിക്കാൻ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുതരാൻ കർത്താവ് ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളിലേക്ക് നോക്കുന്നു. പലപ്പോഴും കർത്താവെ അഹങ്കാരം, എന്നെക്കൊണ്ട് സാധിക്കും, ദൈവത്തെ എനിക്ക് വേണ്ട എന്നുള്ള ചിന്ത. പക്ഷേ മറ്റു പല നിമിഷങ്ങളിൽ അറിയാതെ പോലും കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറയുന്നതിന് പകരം എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റും, എനിക്ക് എന്നെ സുഖപ്പെടുത്താൻ പറ്റും, എനിക്കെന്നെ രക്ഷിക്കാൻ പറ്റും, എനിക്കതിന് വേണ്ട കഴിവും പ്രാപ്തിയും ഉണ്ടെന്ന ചിന്തയിൽ കർത്താവ് ഞങ്ങൾ പലപ്പോഴും അങ്ങയെ മറന്നുപോകുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയെ, ദിവ്യകാരുണ്യനാഥനായ കർത്താവെ, സകല സൃഷ്ടജാലങ്ങളോടുമൊത്ത് തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുമ്പോൾ പത്രോസ് ലീഹായുടെ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളും പറയുന്നു, ഈശോയെ അങ്ങേ ഞങ്ങളുടെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുന്നു. ഈശോയെ, we proclaim that you are the Lord and Savior and healer of our lives. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ സൗഖ്യദാതാവ്. എല്ലാ സ്നേഹവും അങ്ങിൽ നിന്ന് വരുന്നു, അവിടുന്നിലാണ് രക്ഷ. പലപ്പോഴും കർത്താവെ ഞങ്ങളിൽ ആശ്രയിക്കുന്നു. കർത്താവ് ഞങ്ങളെ സുഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെ സുഖപ്പെടുത്തണം, കർത്താവ് എങ്ങനെ ഞങ്ങളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ സുഖപ്പെട്ടുകൊള്ളാം എന്ന് പറയുന്നതിന് പകരം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് വെച്ച്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് സുഖപ്പെടണം എന്നുള്ള വാശിയിൽ പലപ്പോഴും കർത്താവെ ഞങ്ങൾ ആയിപ്പോകുന്നു. പലപ്പോഴും ഞങ്ങൾ രക്ഷ അന്വേഷിക്കുന്നത്, സൗഖ്യം അന്വേഷിക്കുന്നത് ലോകത്തിലാണ്, നശ്വരമായ വസ്തുക്കളിലാണ്, ചിലപ്പോൾ വ്യക്തികളിൽ പോലുമാണ്. അവിടുന്ന് ഞങ്ങൾക്കായിട്ട് കുരിശിൽ മരിച്ചത് ഞങ്ങളെ രക്ഷിക്കുവാനാണ്, ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനാണ്. സ്നേഹം നിറഞ്ഞ ഈശോയെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന നിമിഷം ഒരുപക്ഷെ ഞങ്ങളിപ്പോൾ ആത്മീയമായിട്ടാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. എങ്കിലും കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മൾക്ക് സൗഖ്യം ആവശ്യമുള്ള, സുഖപ്പെടണം എന്ന്, സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാവൂ. നമ്മൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം, ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്നുണ്ടാവാം, മറ്റു പല വേദനകളും നൊമ്പരങ്ങളും മുറിവുകളും മറ്റുള്ളവരിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ നമ്മൾ നേരിടുന്നുണ്ടാവാം. അവയൊക്കെ ഒന്ന് ഈശോയുടെ മുൻപിൽ നമുക്ക് കൊണ്ടുവന്നാലോ, അവയെല്ലാം ഒന്ന് ഈശോയ്ക്ക് വിട്ടുകൊടുത്താലോ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പലപ്പോഴും ഈ നിമിഷങ്ങളിലൊക്കെ ഇതിനെ പരിഹരിക്കുവാൻ ഈശോയെ കൂടാതെയാണ് നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളത്.
അതല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ അവസാനം ശ്രമം എന്ന രീതിയിൽ ഒരുപക്ഷെ ഈശോയുടെ അടുത്ത് പോയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഇന്ന് ഈ ആരാധനയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾക്കല്ല കർത്താവെ, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുമ്പോൾ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ സർവ്വപ്രപഞ്ചവും അങ്ങേ ആരാധിക്കുമ്പോൾ, അങ്ങേ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുമ്പോൾ, ഒരുപക്ഷെ വീണുപോയ പാപം നിറഞ്ഞ ഞങ്ങളുടെ കലുഷിതമായ ഹൃദയങ്ങൾ പലപ്പോഴും ഇത് കാണാതെ പോകുന്നു, തിരിച്ചറിയാതെ പോകുന്നു. ഞങ്ങൾക്കൊരു പക്ഷേ ശാരീരികമായ സുഖങ്ങളാണ് വലുത്. ഞങ്ങൾക്കൊരു പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ വിഗ്രഹങ്ങൾ ഞങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഞങ്ങളുടെ മേലുള്ള പൂർണ്ണമായ അധികാരം ഈശോയ്ക്ക് വിട്ടുതരാൻ തക്കവണ്ണമുള്ളൊരു എളിമ കർത്താവെ ഞങ്ങൾക്കുണ്ടാകുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് രണ്ട് കരങ്ങളെയും ഒന്ന് മാറോട് ചേർത്ത് വെച്ച് മറ്റെല്ലാത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി ഈശോയെ മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു നിമിഷം ഞാനും എൻ്റെ ഈശോയും മാത്രം. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി, എന്നോടുള്ള സ്നേഹത്തെ പ്രതി, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി കുരിശിൽ ബലിയായി ദിവ്യകാരുണ്യമായി എന്നിൽ വസിക്കുവാൻ തീരുമാനിച്ച എൻ്റെ ഈശോ, ആ ഈശോയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അന്ന് മാമോദീസായിൽ എടുത്ത വ്രതം, സ്ഥൈര്യലേപനത്തിൽ എടുത്ത വ്രതം കർത്താവ് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഈശോയെ, സാത്താനെയും അവൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. പാപത്തെയും പാപ പ്രലോഭനങ്ങളെയും പാപത്തിൻ്റെ സുഖങ്ങളെയും ഈശോയെ ഞങ്ങൾക്ക് വേണ്ട. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ ഏറ്റുപറയുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ വേദനകളുണ്ടോ, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ ഏതാണോ, ബുദ്ധിമുട്ട് ഏതാണോ, നിങ്ങളുടെ ഏറ്റവും വലിയ നൊമ്പരം ഏതാണോ, ആർക്കും അറിയാത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങൾ ഏതാണോ, എന്തുമായിക്കൊള്ളട്ടെ, അത് ഈശോയ്ക്ക് കൊടുത്തിട്ട് പറയും, ഈശോയെ, എൻ്റെ ഈ സങ്കടം, എൻ്റെ ഈ വേദന ഈശോയെ ഞാൻ അങ്ങേക്ക് വിട്ടുതരും. ഈശോയെ, അങ്ങ് ഇത് ഏറ്റെടുക്കണമേ. ഈ ആരാധനയിൽ ഈശോയെ ഞാനിത് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, ഈശോയെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ അവിടുന്ന് എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ നൊമ്പരങ്ങളുടെ മേൽ, എൻ്റെ പരാജയങ്ങളുടെ മേൽ, എൻ്റെ കഷ്ടപ്പാടുകളുടെ മേൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന തടസ്സങ്ങളുടെ മേൽ ഈശോയെ ഉള്ള എല്ലാ അധികാരവും ഞാൻ ഈശോയ്ക്ക് വിട്ടുതരുന്നു. അവിടുത്തെ തിരുഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. എൻ്റെ പിടിവാശികളും നിയന്ത്രണവും അധികാരവും എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എനിക്ക് മാത്രം വേണമെന്നുള്ള എൻ്റെ ചിന്തകളും എല്ലാം ഈശോയെ ഈ ആരാധനയിൽ ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ മാറ്റിവെക്കുന്നു. കർത്താവെ, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവും രക്ഷകനും. അങ്ങ് എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നതിന് മുൻപ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. പാപികളായിരിക്കെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ അവിടുന്ന് തിരുവുള്ളമാണ്. ആ സ്നേഹമാണ് ഞങ്ങളുടെ സൗഖ്യം. അവിടുത്തെ കുരിശിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളി രക്തവും ഞങ്ങൾക്ക് സൗഖ്യമാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ചിന്തിയ തിരുച്ചോര തുള്ളികളാൽ, ആ തിരുജലത്താൽ ഞങ്ങളെ കഴുകണമേ. പ്രിയമുള്ളവരെ, ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന നിമിഷമാണ്. നിങ്ങൾ സാധിക്കുന്നത് പോലെ ഇപ്പോൾ മുട്ടിന്മേലായിരിക്കുക. ഈശോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ കഷ്ടപ്പാടുകളിലേക്കും വേദനകളിലേക്കും ഇറങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മേഖലകളിലേക്കൊക്കെ ഈശോയെ വിളിച്ച് എന്നിട്ട് ഈശോയോട് പറ, ഈശോയെ, എൻ്റെ ഈ വേദനയുടെ മേൽ അധികാരം അങ്ങേക്ക് തരുന്നു. എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ മേൽ അധികാരം അങ്ങേക്ക് തരുന്നു. എൻ്റെ ഈ നൊമ്പരത്തിൻ്റെ മേൽ, ഈ ബന്ധങ്ങളുടെ മേൽ, ഈ ജീവിതത്തിൻ്റെ മേൽ, ജോലിയുടെ മേൽ, പഠനത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, കർത്താവെ, ഞാൻ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന എല്ലാ നിമിഷങ്ങളുടെ മേലുള്ള എല്ലാ അധികാരവും ഈശോയെ അങ്ങേക്ക് തരുന്നു. അങ്ങാണ് ആ മേഖലകളിൽ എൻ്റെ രക്ഷകനും നാഥനും കർത്താവും. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി അങ്ങ് വാഴണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശിരസ്സു നമിച്ച് നമ്മൾ ആശീർവാദം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷം ഈശോ ദിവ്യകാരുണ്യത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ ആശീർവദിച്ച് സുഖപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം, ഈശോയെ, അങ്ങ് രക്ഷകനും നാഥനും കർത്താവുമായി വാഴണമേ. അങ്ങനെ ഈ നിമിഷം ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ അങ്ങനെ സുഖപ്പെടുത്തണമേ. ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആ